അവനെ അമ്മാമ്മ എവിടില്ലേ? എന്തെന്നാ അമ്മാമേ അത് അങ്കിളും ആന്റിയും വന്നിട്ടുണ്ട്. അങ്കിൾ ആന്റി വാ ഇരിക്കേ. വിളിക്കനാണല്ലോ. ഇതാരാ ഇത്? ശ്രീകുട്ടനും ബീനയാണല്ലോ. ഇത്ര നാളെ കണ്ടിട്ട്. ഇരിക്കേ. ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ സുരേഷിനെ വിളിച്ചായിരുന്നു. അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞായിരുന്നു. അവർക്ക് എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി. ആന്റി സുഖല്ലേ? നാട്ടിലെന്തൊക്കെയാ വിശേഷം? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഹോളിഡേ ആയപ്പോ മോനെയും കൊണ്ട്, സുരേഷിന്റെ മോനെയും കൊണ്ടേ ദുബായ് കാണാൻ വന്നതാ. അമ്പടാ, നാട്ടിലാണ്ട് അടിച്ചു പിടിച്ച് നടക്കല്ലേ? പേര് റോഹാൻ സുരേഷ്. റോഹാൻ സുരേഷ്. ഗുഡ് ഗുഡ്. ആഹാ, നല്ല പേരാണല്ലോ. ഹൗ ആർ യു? ഫൈൻ അങ്കിൾ. ഇവർക്ക് ജ്യൂസ് എടുക്കാൻ പറയട്ടെ. മോനെ ആന്റിയോട് പറ കേട്ടോ, ജ്യൂസ് എടുക്കാൻ ഇവർക്ക്. ആന്റിയുടെ പേരുക്കുട്ടി എന്തൊരു സ്മാർട്ടാ, എന്തൊരു നല്ല വിനയുള്ള പെരുമാറ്റം അവന്റെ. ഞങ്ങളെ വെൽക്കം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി എല്ലാം ചെയ്തു ആ കുട്ടി. അത് ആന്റി വളർത്തിയതിന്റെ ഗുണോ? പക്ഷെ അവർക്ക് ബോർഡിങ് നിർത്തണമെന്നായിരുന്നേ. ഞാൻ സമ്മതിച്ചില്ലേ, ഞാൻ നിർബന്ധം പിടിച്ചു എന്റെ കൂടെ തന്നെ നിർത്തണമെന്ന്. അതെന്തായാലും നന്നായി ആന്റി. മക്കൾക്ക് സ്നേഹവും വാത്സല്യവും കൊടുക്കേണ്ട പോലെ കൊടുത്താല് ഒരു കുട്ടിയും മോശമായി പോകത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണം. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ ഹൗസ് മെയ്ഡ് അവനെ നോക്കുന്നത്. ഒരനുസരണയില്ല. ഹൗസ് മെയ്ഡിനെ നിങ്ങൾ കുറ്റം പറയണ്ട. അവര് നല്ല രീതിയിലാണ് കുട്ടീനെ വളർത്തുന്നത്. അവന് തീരെ അനുസരില്ലാത്തതിന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ശ്രീകുട്ട, അതിന് മോനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കുട്ടികളെ വളർത്തേണ്ടത് പേരൻസ് ആണ്. പേരൻസിന് അഥവാ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിക്കാം. ബ്ലഡ് റിലേഷനെക്കാട്ടിലും വലുതല്ലല്ലോ മറ്റാരും. ശരിയാ, മക്കൾക്ക് വേണ്ടി എങ്ങനെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതൊക്കെ. എന്നാൽ പലർക്കും ഇവരെ ഒന്നും നേരാഞ്ഞവണ്ണം വളർത്തിക്കൊണ്ടുവരാനൊന്നും സാധിക്കുന്നില്ല. അത് സത്യം.